എന്തുകൊണ്ടാണ് ഈ രീതിയിൽ LDF-നെ പിന്താങ്ങാൻ ജനങ്ങൾ തയ്യാറാകുന്നത്? അവരുടെ അനുഭവം LDF കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവാക്കുകൾ തൽക്കാലം ആളുകളെ പറഞ്ഞ് പറ്റിക്കാൻ എന്തെങ്കിലും ചില വാഗ്ദാനങ്ങൾ നൽകുക, പിന്നെ അത് മറക്കുക, അത് LDF-ന്റെ ഭാഗമായില്ല. LDF-ന് അത്തരം ഒരു രീതിയില്ല എന്നത് അനുഭവത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ LDF-നെ പിന്താങ്ങിയവരുണ്ട്. എന്നാൽ ആ പിന്താങ്ങിയവർക്ക് പുറമെ മറ്റൊരു വിഭാഗവും കൂടി ഇവരാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് LDF-നെ പിന്താങ്ങാൻ തയ്യാറാവുകയാണ്. എന്തുകൊണ്ടാണ് LDF-ന് ഈ രീതിയിൽ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നത്? എന്ത് കാരണത്താലാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും LDF-നുള്ള ജനസ്വീകാര്യത വർദ്ധിച്ചു വരുന്നത്? അത്തരമൊരു പരിശോധനയിലേക്ക് നാം കടന്നാൽ നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധത എല്ലാ ഘട്ടത്തിലും LDF പുലർത്തിപ്പോന്നിട്ടുണ്ട്. നാടിനും ജനങ്ങൾക്കും ദ്രോഹം ചെയ്യുന്ന ഏത് കാര്യത്തിനും എതിരായി നിൽക്കാൻ, അതിനെ തുറന്നു കാണിക്കാൻ, ശക്തമായി എതിർക്കാൻ LDF ഒരു കാര്യത്തിലും മടിയുണ്ടായിട്ടില്ല, മടിച്ചു നിന്നിട്ടില്ല, അറച്ചു നിന്നിട്ടില്ല. ഇതെല്ലാം നാടിന്റെ അനുഭവമാണ്. ഇപ്പോ കേരളത്തിന് കിട്ടിയ സൽപ്പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്നത്. ഈ പേരെങ്ങനെ വന്നതാണ്? LDF-ന് നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി വന്നതാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്കുള്ളത് ഇങ്ങോട്ട് പോരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സംസ്കാരം LDF വളർത്തിയിട്ടില്ല. ജനങ്ങൾക്കാകെ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കാനും അത് കൂടുതൽ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താനുമാണ് എല്ലാ ഘട്ടത്തിലും LDF ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇത് LDF-നല്ലാതെ മറ്റേതെങ്കിലും മുന്നണിക്ക് സാധിക്കുമോ? LDF-ന്റെ ഘടന നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. LDF-ന്റെ ഭാഗമായി അണിനിരന്നിട്ടുള്ള കക്ഷികളെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും LDF-ന്റെ ഈ പൊതുരീതി, പൊതു സംസ്കാരം അംഗീകരിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്നു. അങ്ങനൊരു അവകാശവാദം UDF-ന് മുന്നോട്ട് വെക്കാനാകുമോ? UDF-ന് മൊത്തത്തിൽ കഴിയുമോ? UDF-ലെ ഓരോ ഘടകകക്ഷിയെയും എടുത്ത് പരിശോധിച്ചാൽ ആ നിലയിലേക്ക് എത്താൻ ആ ഘടകകക്ഷികൾക്ക് സാധിക്കുമോ?
നാടിന്റെ മുന്നിലുള്ള ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇത്തരമൊരു ഘട്ടത്തിൽ ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. പക്ഷേ ഇതുപോലൊരു ഘട്ടത്തിലാണല്ലോ നാം അതെല്ലാം ആലോചിക്കേണ്ടത്. പണ്ട് വീരപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പത്രക്കാരൻ, മാധ്യമപ്രവർത്തകൻ വീരപ്പനെ കാട്ടിൽ പോയി കണ്ടൊരു വാർത്ത കേട്ടിരുന്നു. അപ്പോ വീരപ്പൻ ചോദിക്കുകയാണ്, നിങ്ങള് എന്നെക്കുറിച്ച് വല്ലാതെ വാർത്തകളൊക്കെ കൊടുക്കുകയാണല്ലോ, എന്നിട്ട് നമ്മുടെ നാടിന്റെ പേര് പറഞ്ഞു, കേരളത്തെക്കുറിച്ച്. അവിടെ ഒരു മന്ത്രി തന്നെ മരം മുറിക്കുന്നത് നേതൃത്വം കൊടുക്കുകയാണല്ലോ, എന്താ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാത്തത് എന്ന് വീരപ്പൻ ചോദിച്ചു എന്നാണ്. അത് ഏത് കാലമാണ് എന്നതെല്ലാവർക്കും അറിയാം. ആ കാലത്ത് ആ മന്ത്രിയുടെ സഹായിയായി മരം വെട്ടുന്നതിന് അവിടെ ചെന്നതാരാണ് എന്നും കാട്ടിലേക്ക് ചെന്നതാരാണ് എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് LDF-നെ ബാധിക്കില്ലല്ലോ.